Dear all, ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തെക്കുറിച്ചാണ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിറൈവ് ചെയ്തു. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് നോക്കാം. കൺസിഡർ ദിസ് ഫംഗ്ഷൻ. കൺസിഡർ the function defined by g of t equal to 0 for t less than a, okay, and f of t minus a for t greater than or equal to a. But what is f of t? F of t is a given function. Okay, let f of t be a given function, given function defined for positive segment of real line. Okay, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. നൗ ഐ ഡിഫൈൻ എ ഫംഗ്ഷൻ ജി ഓഫ് ടി ലൈക്ക് ദിസ്. അപ്പോൾ ജി ഓഫ് ടിയുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? സി, ജി ഓഫ് ടിയുടെ ഗ്രാഫ് നമുക്ക് സപ്പോസ് എഫ് ഓഫ് ടിയുടെ ഗ്രാഫ് സംതിങ് ലൈക്ക് ദിസ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ദിസ് ഇസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ 0, ദിസ് ഇസ് എ പോയിൻറ്റ് 0. 0യിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 0 എന്നുണ്ട്. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോ പ്രോബ്ലം. സോ ഇതാണ് എഫ് ഓഫ് ടിയുടെ ഗ്രാഫ് എങ്കിൽ, വാട്ട് അബൌട്ട് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് ടി? ജി ഓഫ് ടി അസ്യൂംസ് വാല്യൂ 0 അപ് ടു എ, അല്ലേ? എ വരെ 0 ആണ്. പക്ഷേ എ മുതൽ അങ്ങോട്ട് എഫ് ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ എയിലുള്ള വാല്യൂ എന്താ വരിക? എയിൽ എഫ് ഓഫ് 0 ആണ് വരിക, അതായത് ഈ വാല്യൂ ആണ് വരുന്നത്, അല്ലേ? ഓക്കെ, ദിസ് സെയിം വാല്യൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എഫിൻ്റെ അതേ വാല്യൂ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് ഇത് തന്നെയാണ്, ഇതേ ഗ്രാഫ് തന്നെയാണ് വരിക. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഓർ ജി ഓഫ് ടി. ഓക്കെ, വൈ ഈക്വൾ ടു ജി ഓഫ് ടി. അപ്പോൾ നോക്കൂ, ഇത് ഈ നേരത്തെയുള്ള എഫ് ഓഫ് ടി എന്ന് പറയുന്ന അതേ ഗ്രാഫിനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു എ യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്കാണ് കുറച്ചും കൂടെ ഉചിതം. കാരണം ഇതിൻ്റെ ഷേപ്പിലോ സൈസിലോ ഒന്നും മാറ്റം വരുന്നില്ല ഗ്രാഫിന്. ഗ്രാഫ് റിമെയിൻസ് സെയിം, ബട്ട് ഓൺലി പൊസിഷൻ ചേഞ്ചസ്. സോ സച്ച് എ ട്രാൻസ്ഫോർമേഷൻ ഈസ് കോൾഡ് എ ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലൂടെയുള്ള, അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡിറക്ഷനിലൂടെയുള്ള, എക്സ് ആക്സിസ് എന്നല്ല അവിടെ പറയുക, അവിടെ ടി ആക്സിസ് എന്നാണ് പറയേണ്ടത്. സോ പോസിറ്റീവ് ടി ആക്സിസിലൂടെയുള്ള ഒരു ട്രാൻസ്ലേഷനാണ് എഫ് ഓഫ് ടിയുടെ ഒരു ട്രാൻസ്ലേഷനാണ് ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ ജി ഓഫ് ടി റെപ്രസെൻറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് എഫ് ഇൻ ദ പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് ടി ബൈ എ യൂണിറ്റ് എ. See the definition. Let f of t be a given function or defined for t greater than or equal to 0. Then the function defined by g of t equal to 0 for t less than a and f of t minus a for t greater than or equal to a. This function can also be written in this form. UAT into f of t minus a. അല്ല, ഈ പ്രോഡക്റ്റ് തന്നെ അല്ല ഈ എഴുതിയിരിക്കുന്നത് ഉണ്ടാവുക. യു എ ടിയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? യു എ ടിയുടെ വാല്യൂസ് 1, 0 ഇഫ് ടി ലെസ് ദാൻ എ, അല്ലേ? 1 if t greater than or equal to a. ഇതാണല്ലോ യു എ ടി എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ യു എ ടി കൊണ്ട് എഫ് ഓഫ് ടി മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 0 ടൈംസ് എഫ് ഓഫ് ടി മൈനസ് എ ഫോർ ടി ലെസ് ദാൻ എ, ദാറ്റ് ഈസ് പ്രിസൈസ്ലി 0, ആൻഡ് 1 ടൈംസ് എഫ് ഓഫ് ടി മൈനസ് എ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ. സോ ദാറ്റ് ഈസ് പ്രിസൈസ്ലി ജി ഓഫ് ടി. അപ്പോൾ ഈ ഫംഗ്ഷനെ ഈ ഫംഗ്ഷനെയാണ് ഇറ്റ്സ് കോൾഡ് എ ട്രാൻസ്ലേഷൻ ഓഫ് എഫ് ബൈ എ യൂണിറ്റ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് പോസിറ്റീവ് ടി ആക്സിസ്. അപ്പോൾ എഫിൻ്റെ ട്രാൻസ്ലേഷനാണ് ഈ പ്രോഡക്റ്റ് വരിക, യു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ. നോക്കൂ, ഇവിടെ കാണുന്ന അതേ എ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പോൾ എഫിനെ ടി ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് എ യൂണിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷനാണ് ഏത്? യു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ ഡീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ളതാണ്. സപ്പോസ് ഈ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ യു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ ഡീൽ ചെയ്യുന്നത്. നമുക്കത് നോക്കാം. See, this is the content of second shifting theorem. It states that if a Laplace transform of small f equal to capital F of s exists for s greater than a, where a is a non-negative number, and if c is a positive constant,
Then Laplace transform of the product uct into f of t minus a. What is uct into f of t minus a? That is nothing but a translation of the function small f by a unit a in the positive direction of t axis. Okay, so Laplace transform of this translation will be equal to e raised to negative cs into capital F of s. What is capital F of s? Capital F of s is the Laplace transform of small f. അപ്പോൾ സ്മോൾ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ ആ സ്മോൾ എഫിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ്റെ ഇവിടെ ഞാൻ ഓക്കെ ഇവിടെയും സി തന്നെയാണ് വേണ്ടത് കേട്ടോ, എ അല്ല, ദിസ് ഇസ് സി. ഓക്കെ, അപ്പോൾ സി യൂണിറ്റ് ട്രാൻസ്ലേഷൻ. ഇവിടെ യൂസ് സി, ഇവിടെ ഞാൻ സി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അപ്പോഴാണ് സി യൂണിറ്റ് ട്രാൻസ്ലേഷൻ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്മോൾ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ ആ സ്മോൾ എഫിൻ്റെ ഒരു സി യൂണിറ്റ് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ദ ട്രാൻസ്ലേഷൻ ഇഫക്റ്റ് results in the multiplication by an exponential factor, negative exponential factor in the transform. Okay, conversely inverse transform in ടേമിൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം സ്മോൾ എഫ് ആണെങ്കിൽ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് യു സി ടി എഫ് ഓഫ് ടി, വീണ്ടും ഞാൻ എഫ് ഓഫ് ടി മൈനസ് എന്ന് എഴുതി, എഫ് ഓഫ് ടി മൈനസ് എ അല്ല, എഫ് ഓഫ് ടി മൈനസ് സി ആണ് കേട്ടോ, ഇവിടെ സി ആണ്, എഫ് ഓഫ് ടി മൈനസ് സി. ഇ റേസ് ടു നെഗറ്റീവ് സി എസ് ഇൻ്റെ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം യു സി ടി ഇൻ്റെ എഫ് ഓഫ് ടി മൈനസ് സി ആണ്. ഓക്കെ, അതായത് ഈ ഫോർമുല നേരെ തിരിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന ഫംഗ്ഷൻ്റെ ആ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ട്രാൻസ്ലേഷൻ ആയിരിക്കും, അഥവാ യു സി ടിൻ്റെ എഫ് ഓഫ് ടി മൈനസ് സി ആയിരിക്കും. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്താൽ മതിയാകും. വി ഹാവ് what is uct into f of t minus c. This is, we know that this is 0 if t less than c. Okay, and uct യുടെ വാല്യൂ t less than c ആകുമ്പോൾ 0യും t greater than c greater than or equal to c ആകുമ്പോൾ 1 ആണ്. അപ്പോൾ 1 into f of t minus c, that is f of t minus c if t greater than or equal to c. We know this. Okay, therefore Laplace transform of uct into f of t minus c. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ദിസ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് യു സി ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് സി അല്ലേ, ഡി ടി. ഓക്കെ, പക്ഷേ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമുക്കറിയാം, അത് ലെസ് ദാൻ സി വരെ 0 ആണ്, സിയുടെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് ടി മൈനസ് സി ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇൻ്റഗ്രലും അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. 0 ടു ഇൻഫിനിറ്റി നമുക്ക് 0 ടു സി പ്ലസ് സി ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ 0 ടു സിയിൽ ഈ ഇൻ്റഗ്രൻ്റ് 0 ആയിട്ട് പോകും, അതുകൊണ്ട് തന്നെ ആ ഇൻ്റഗ്രൽ വാനിഷ് ചെയ്യും. അപ്പോൾ അത് സി ടു ഇൻഫിനിറ്റിയെ വാലിഡ് ആയിട്ട് വരുള്ളൂ. സോ ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് സി ഡി ടി എന്നായി മാറും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഈ ടി മൈനസ് സിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇവിടെ ലിമിറ്റ് സി ടു ഇൻഫിനിറ്റി ആണ്. എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറയുകയാണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി എന്ന് വരണ്ടേ. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രാൻസ്ലേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. പുട്ട് ടി മൈനസ് സിക്ക് ഒരു യു എന്ന് കൊടുക്കാം. പുട്ട് യു ഈക്വൽ ടു ടി മൈനസ് സി, സോ ദാറ്റ് ഡി യു എന്ന് പറയുന്നത് ഡി ടി തന്നെയാകും, ഓർ ഡി ടി ഈക്വൽ ടു ഡി യു. വാട്ട് അബൌട്ട് ദ ലിമിറ്റ്? as t tends to c implies u tends to 0, right, and t tends to infinity implies u tends to infinity. So the lower limit is 0 and upper limit will be infinity. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ ടു ദ പവർ നെഗറ്റീവ് എസ് ഇൻറ്റു ടി വിൽ ബി യു ഈക്വൽ ടു ടി മൈനസ് സി ആകുമ്പോൾ ടി ഈക്വൽ ടു യു പ്ലസ് സി. ഓക്കെ, നെഗറ്റീവ് എസ് ടൈംസ് യു പ്ലസ് സി, യൂസ് എഫ് ഓഫ് ടി മൈനസ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് യു ഡി ടി ഡി യു തന്നെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഇൻ്റഗ്രൻറ്റിൻ്റെ കൂടെയുള്ള എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഇ റേസ് ടു നെഗറ്റീവ് എസ് ഇൻറ്റു യു പ്ലസ് സി, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സി ഇവിടെ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പോൾ ഈ എക്സ്പൊണൻഷ്യൽ ഫാക്ടറിനെ നമുക്ക് പ്രോഡക്റ്റായിട്ട്, രണ്ട് എക്സ്പൊണൻഷ്യൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാം. ഇ റേസ് ടു നെഗറ്റീവ് എസ് യു ഇൻറ്റു ഇ റേസ് ടു നെഗറ്റീവ് എസ് സി. അതിൽ തന്നെ ഇ റേസ് ടു നെഗറ്റീവ് എസ് സിയിൽ യു ഇല്ല, യു ഫ്രീ ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻ്റഗ്രൻ്റെ പുറത്ത് എഴുതുകയും ചെയ്യാം. നോക്കാം നമുക്ക്.
So that is equal to integral 0 to infinity e to the power negative sc into e raised to negative what will be the expression, e raised to negative u plus c, s times u plus c. So e raised to negative cs, okay, e raised to negative cs into e raised to negative su, right, into f of u du. ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതിൽ തന്നെ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു യു ആയതുകൊണ്ട് ഈ റേസ് നെഗറ്റീവ് സി എസ് അതിൽ യു ഡിപ്പെൻഡൻ്റ് അല്ല. സോ that can be kept as a constant for the time being. So I take it outside. So e raised to negative cs times integral 0 to infinity e raised to minus su into f of u du. Okay. What about this improper integral? This is precisely the definition of Laplace transform of small f. ഇവിടെ ടിക്ക് പകരം യു വന്നല്ലേ ഉള്ളൂ. That is not a problem. Okay, so this is precisely the Laplace transform of small f. So that is equal to e raised to negative cs into Laplace transform of small f of t or f of u. That is not a problem. It's a dummy variable. Okay, so that is equal to e raised to negative cs into cap f of s. So what we have proved, we have got the required result. Therefore, Laplace transform of uct into f of t minus c is equal to e raised to negative cs times f of s. Okay. From this result, it follows that. From this, it follows that. It follows that L inverse of uct into f of t minus c ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഈ റേസ് നെഗറ്റീവ് സി എസിൻ്റെ എഫ് ഓഫ് എസ് എങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ അല്ലേ. സോ എൽ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഈസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ഈ റേസ് നെഗറ്റീവ് സി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു uct into f of t minus c. So we have proved the second shifting theorem. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം തരുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ട്രാൻസ്ലേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ആ ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് ട്രാൻസ്ലേഷൻ ഫാക്ടർ. ഓക്കെ, അതേ റിസൾട്ടാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോമിലും നമുക്ക് പറയാം. അറിയാവുന്ന ഒരു ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് എന്നുള്ള ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം will be a translation of the original inverse transform, that is f of t minus c into uct. Okay, സി പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ പഠിച്ച സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ പൈ ബൈ 4 ആൻഡ് സൈൻ ടി പ്ലസ് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 4. വി വാണ്ട് ടു ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇതിനെ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കൂ. 0 ടു പൈ ബൈ 4ൽ സൈൻ ടി ആണ്. പൈ ബൈ 4 മുതൽ അങ്ങോട്ട് സൈൻ ടിയോട് കൂടി കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. യു ക്യാൻ സീ ദാറ്റ് എഫ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു സൈൻ ടി. സൈൻ ടി രണ്ട് കമ്പോണൻറ്റിലും ഉണ്ടല്ലോ, 0 ടു പൈ ബൈ 4 വരെയും ഉണ്ട്, പൈ ബൈ 4 മുതൽ അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ സൈൻ ടിയോട് കൂടി ഈ ഫംഗ്ഷൻ ആഡ് ചെയ്താണെന്ന് കാണാൻ പറ്റും. സൈൻ ടി പ്ലസ് 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ പൈ ബൈ 4. ഓക്കെ, ആൻഡ് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആഡ് ചെയ്തതാണ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് സെക്കൻഡ് ഫംഗ്ഷൻ? ഈ സെക്കൻഡ് ഫംഗ്ഷൻ മറ്റൊന്നുമല്ല, കോസിൻ്റെ ട്രാൻസ്ലേഷനാണ് അല്ലേ. ദാറ്റ് ഈസ് സൈൻ ടി പ്ലസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എത്ര യൂണിറ്റ് ആണ്? പൈ ബൈ 4 യൂണിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോഡക്റ്റ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു പൈ ബൈ 4 ടി ഇൻറ്റു കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ആണ്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാമല്ലോ. ദെർഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് ഇപ്പോൾ ഒരു സം ആണല്ലോ. സമ്മിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോമുകളുടെ സമ്മാണ്. സോ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ റൈറ്റ് സൈഡ് വിൽ ബി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു പൈ ബൈ 4 ടി ഇൻറ്റു കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4. Okay, right? This is by using linearity. By using linearity,
ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇവിടെ നോക്കൂ, സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ദാറ്റ് ഈസ് സൈൻ എ ടിയുടെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ 1 ആണ്, സോ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം പ്ലസ് യു പൈ ബൈ 4t ഇൻറ്റു കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4ൻ്റെ ട്രാൻസ്ഫോം എന്താണ്? ഇത് കോസിൻ്റെ പൈ ബൈ 4ലുള്ള ഒരു ട്രാൻസ്ലേഷനാണ് അല്ലേ, പൈ ബൈ 4 യൂണിറ്റിലുള്ള ട്രാൻസ്ലേഷനാണ്. അതെങ്ങനെ കിട്ടും? കോസിൻ്റെ ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു നെഗറ്റീവ് സി എസ്. വാട്ട് ഈസ് സി ഹിയർ? സി ഈസ് പൈ ബൈ 4. ഓക്കെ, സി ഈസ് പൈ ബൈ 4. So e raised to negative pi by 4 s into Laplace transform of cos t. Okay, cos t, right? Laplace transform of cos t. അതാണല്ലോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്. See, look at the second shifting theorem. E raised to f of uct into f of t minus c യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഇ റേസ് ടു നെഗറ്റീവ് സി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So e raised to negative pi by 4 times Laplace transform of cos t, that is 1 by s square plus 1 plus e raised to negative pi by 4s into എന്താണ് cos t യുടെ ട്രാൻസ്ഫോം? cos t യുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s by s square plus 1. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്കൊരു സിംഗിൾ എക്സ്പ്രഷനായിട്ട് ഇതിനെ എഴുതാം, 1 പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് പൈ ബൈ 4s ഇൻറ്റു എസ് whole divided by s square plus 1. So this is the required transformation. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലം നമുക്ക് പ്രോബ്ലം സോൾവിങ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.